നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരിമോഹനാണ്. ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ പെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡോക്ടറാണ്, പാലിയേറ്റീവ് കെയറിൻ്റെ ഡോക്ടറാണ്. ഞാനൊരു വളരെ ഷോർട്ടായിട്ട് വേദന എങ്ങനെയാണ്, എന്തൊക്കെ ടൈപ്പാണെന്നുള്ളത് നാട്ടുകാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം. 2 ടൈപ്പ് വേദന ഉണ്ട്. ഒന്ന് അക്യൂട്ട് പെയിൻ പറയും, വളരെ പെട്ടെന്ന് വരുന്ന ഒരു മുറിവുകളെ കൊണ്ട് വേദനയോ അല്ലെങ്കിൽ ഒരു ഫ്രാക്ചറിനെ കൊണ്ട് വരുന്ന വേദനയോ അല്ലെങ്കിൽ ഒരു സർജറി ഓപ്പറേഷൻ ചെയ്തിട്ട് വരുന്ന വേദനയാണോ, അങ്ങനെ വരുന്ന വേദനകളൊക്കെ അക്യൂട്ട് പെയിൻസ്. അല്ലെങ്കിൽ ഒരു പൊള്ളൽ കൊണ്ട് വരുന്ന വേദന, ഒരു കഷ്ടിനെ കൊണ്ട് വരുന്ന വേദന, അല്ലേ, അതൊക്കെ അക്യൂട്ട് പെയിനാണ്. 6 മാസത്തിനകത്തിൻ്റെ വേദനകളാണ് അക്യൂട്ട് പെയിൻ പറയുന്നത്. ഇനിയൊരു വേദന പറയുമ്പോൾ ക്രോണിക് പെയിൻ പറയും. ക്രോണിക് പെയിൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 6 മാസത്തിൻ്റെ മേലെയും നീണ്ടു നിൽക്കുന്ന വേദനകൾ ക്രോണിക് പെയിൻ എന്ന് പറയും. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാൻസർ ബാധിച്ച ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ HIV ആൾക്കാർക്ക്, പിന്നെ കിടപ്പ് രോഗികൾക്ക്, ബെഡ് സോഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വരാം, സ്പൈൻ പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക് വരാം, പാരാപ്ലീജിയ ഉള്ള ആൾക്കാർക്ക്, പല ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാർക്ക് വരാം. അവരെല്ലാം ചിലപ്പോൾ പുറക്കാതെ അവർ ചിലപ്പോൾ ജീവിച്ചത് വരും, അവർ ഈ വേദന അനുഭവിക്കേണ്ടി വരും. നമ്മൾ ഈ അക്യൂട്ട് പെയിനിന് കൊടുക്കുന്ന മരുന്നുകൾ ക്രോണിക് പെയിനിന് ചിലപ്പം മതിയായില്ലാതെ വരും. അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെ വളരെ വ്യത്യാസപ്പെട്ടതാണ്. അപ്പോൾ അതിനുള്ള ചില മരുന്നുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ അക്യൂട്ട് പെയിനിൽ ഉപയോഗിക്കാതെ ഇരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ചില ഓപ്പിയോയിഡ്സ് എന്ന് പറയും, മോർഫിൻ, ഫെന്റനിൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ ക്രോണിക് പെയിനിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ നിലവാരത്തിൽ നമുക്ക് ഈ ക്രോണിക് പെയിൻ ആയാലും അക്യൂട്ട് പെയിൻ ആയാലും നമുക്കത് വേദന ഇല്ലാതെ ആക്കാനുള്ളൊരു കഴിവ് മോഡേൺ മെഡിസിനിലുണ്ട്. അത് അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഒരു മനുഷ്യന് വേദനയെ കാട്ടുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വേറെ ഒന്നുമില്ല ലോകത്തിൽ, അല്ലേ. അപ്പോൾ നമ്മളൊരു വേദന ഉണ്ടെങ്കിൽ നമുക്ക് വിശക്കുണ്ടാവില്ല, നമുക്ക് ഉറക്കമുണ്ടാവില്ല, ഒന്നും കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ആ വേദന ഒരു സമാധാനം കൊടുക്കുന്നത് എല്ലാ ഡോക്ടറിനെയും ഒരു കടമയാണ്, ഒരു ഡ്യൂട്ടിയാണ്, ഒരു റൈറ്റാണ്, പേഷ്യൻറ്റിൻ്റെ റൈറ്റാണ് വേദനയില്ലാതെ ജീവിക്കണമെന്ന് പറയും. അപ്പോൾ അതിനാണ് ഇതിനൊരു സ്പെഷ്യാലിറ്റി പറയുമ്പോൾ പെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ഏത് ടൈപ്പ് വേദനയാണ്, ക്രോണിക് പെയിൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഞരമ്പ് സംബന്ധമായിട്ടുള്ള വേദനയാകുമ്പോൾ വ്യത്യാസമുണ്ട്, മരുന്നുകൾക്കും വ്യത്യാസമുണ്ട്, അതിൻ്റെ ടൈപ്പും വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ അവർക്ക് സാധാരണ ക്രോണിക് പെയിനിന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വേദനയ്ക്ക് ചിലപ്പോൾ ഉപയോഗിച്ചില്ലാതെ വരും, വേറെ ചില മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ മരുന്നിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ ക്യാൻസറൊക്കെ ആണെങ്കിൽ ചെറിയ റേഡിയേഷൻ കൊടുക്കുന്നോ, അല്ലെങ്കിൽ ആ വേദന കുറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കീമോതെറാപ്പി ഉണ്ട്, അസുഖം കുറയാൻ പോയി അത് കൊടുക്കാം. അല്ലെങ്കിൽ ഈവൻ ചില ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നട്ടലിൽ വല്ല മുഴയൊക്കെ വന്നിട്ട് അമർത്തുന്നോട്ട് നരമ്പുകൾ അമരുന്നുണ്ട് വരുന്ന വേദനയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷനും കൂടി ചിലപ്പോൾ ആവശ്യമുണ്ടായത് വരും. അപ്പോൾ അത് മാത്രമല്ല ഇൻ്റർവെൻഷണൽ പെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയും. ദാറ്റ് ഈസ് നരമ്പുകളുടെ നമുക്ക് ഇൻജെക്ട് ചെയ്തിട്ട് അതിനെ മരവിപ്പിക്കാൻ പറ്റും, അങ്ങനെയും വേദന കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വേദന എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. അതിൽ വളരെ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട്. പറഞ്ഞിട്ടപ്പോൾ ഇന്നല്ല, ഇപ്പോൾ നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ വേദനകളും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അറ്റ് സെയിം ടൈം പേഷ്യൻറ്റിനെ ഉറക്കിക്കിടത്തുന്ന എല്ലാ വേദന മാറ്റുന്ന പരിപാടി പേഷ്യൻ്റെ എന്ന് പറയുമ്പോൾ ആക്റ്റീവായിരിക്കണം, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിരിക്കണം, സൈഡ് എഫക്ട്സ് കുറവായിരിക്കണം. അല്ലാണ്ട് നമ്മൾ ഉറക്കിക്കിടത്തുന്ന സെഡേഷനല്ല വേദന കുറയ്ക്കുന്നത്. അപ്പോൾ വേദന കുറയ്ക്കുന്ന ഒരു മെഡിക്കൽ മാനേജ്മെൻറ്റാണത്. അതിൽ കഴിവുള്ള ആൾക്കാരാണ് പെയിൻ മാനേജ്മെൻറ്റ് ഡോക്ടേഴ്സ്. ഞാനിവിടെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എല്ലാ ടൈപ്പ് പെയിൻ്റെയും മാനേജ് ചെയ്യാനുള്ള ഇവിടുത്തെ OP. ഞാൻ ആഴ്ചയ്ക്ക് 3 ദിവസം വരുന്നുണ്ട്, ചൊവ്വ, വ്യാഴം, വെള്ളി. അല്ലാത്ത ദിവസങ്ങളിൽ എന്നെ ഫോണിൽ കൂടി കോൺടാക്ട് ചെയ്യാൻ പറ്റും. വേദനയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരിട്ട് എന്നെ ചെയ്യാം. താങ്ക് യു.